ഇതിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു നടൻ കൂടിയാണ് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിന് ശേഷം അതിൽ ശാലിനിയായിരുന്നല്ലോ നായിക. അതിനെ തുടർന്ന് നക്ഷത്ര താരാട്ട് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് വന്നത്. അതും ഒരു പ്രണയകഥ തന്നെയായിരുന്നു. അങ്ങനെ ഒരു പ്രണയകഥ ഇന്നേ റോ എന്ന് പറയത്തക്ക തരത്തിൽ തുടർച്ചയായി പ്രണയകഥകളിൽ ഇങ്ങനെ അഭിനയിച്ച് ഒരു 98 ആയപ്പോഴേക്കും നിറം എന്ന ചിത്രം വന്നു. നിറം എന്ന ചിത്രത്തിലും കുഞ്ചാക്കോയും ഒപ്പം ശാലിനിയുമാണ് നായകനും നായികയും അഭിനയിക്കുന്നത്. കമലാണ് സിനിമ സംവിധാനം ചെയ്തത്. അത്യുജ്വലങ്ങളായ ഗാനങ്ങളും ഒക്കെ കൂടി ആയപ്പോൾ ഒരു മഹത്തരമായ ഒരു കഥയും എല്ലാം കൂടി ആയപ്പോൾ സിനിമ ഒരു വൻ ഹിറ്റായി മാറുകയും ചെയ്തു. അതോടുകൂടി കുഞ്ചാക്കോ ബോബൻ എന്ന നായകൻ, പ്രണയനായകൻ ആ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. അങ്ങനെ കോമഡി സിനിമകൾ അഭിനയിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കോമഡി സിനിമകളും വരാത്ത ഒരു കാലമുണ്ടായി. അതായത് അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുനിന്നൊരു കാലം. അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം എവിടെയാണ് കുഞ്ചാക്കോ ബോബൻ